ഗുഡ് മോർണിംഗ്. സമയമില്ലാത്ത സമയത്ത് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണ്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ജോഷിയുടെ പ്രോഗ്രാമാണ്, എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കൊല്ലത്ത് പോകണം. ഞാൻ നല്ല ലേറ്റായി, കാരണം എൻ്റെ ഡ്രസ്സ് ഞാൻ എന്താ പറയുക മൊത്തത്തിൽ കുളമായത് പറയാം. എൻ്റെ ഡ്രസ്സ് ഇതൊന്നും അല്ലായിരുന്നു, വേറെ ചെയ്യിപ്പിച്ചായിരുന്നേ. അപ്പം അത് വന്നപ്പോൾ ഫിറ്റിങ്സ് ഒന്നും കറക്റ്റ് അല്ല, ഭയങ്കര ലൂസും കാര്യങ്ങളും. ഇത് അവസാനം വേറെ കൈ ഇരുന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, അത് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ. റെഡി ആയിട്ട് നമുക്ക് ഓരോരോ വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ, യെസ്, ഞാൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു എന്താ പറയുക, ഒരു നോർമൽ ലുക്ക്, ഒരു കുർത്തയും പാൻറ്റും. പിന്നെ ഞാൻ അങ്ങനെ വാച്ച് കിട്ടുന്ന ഒരാളല്ല കേട്ടോ. ഞാനപ്പം വാച്ചൊക്കെ വാങ്ങിച്ചു, അങ്ങനെ സിമ്പിൾ ലുക്കിലാണ് ഞാൻ പോണത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് അമ്മയും ബ്രദറും ഒക്കെ ഉണ്ട്. ആദ്യം അമ്മൂമ്മയ്ക്ക് വരായിരുന്നേ, അപ്പോൾ ഇന്ന് അമ്മൂമ്മയുടെ അനിയത്തി വരുന്നുണ്ട്, കുഞ്ഞമ്മ വരുന്നുണ്ട്. അപ്പം അമ്മൂമ്മ വരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും പേരുമാണ് പോകുന്നത്. അതും പ്ലാൻഡ് അല്ലായിരുന്നു, കാരണം അമ്മക്ക് ഇന്ന് ആക്ച്വലി രാവിലെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇല്ല എന്ന് രാവിലെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അമ്മ ഇറങ്ങുന്നത്. ഞാനും റബ്ബയ്ക്കും കൂടെയാണ് പോകാനിരുന്നത്. അപ്പോൾ അവൾക്ക് ഷൂട്ടുള്ളത് കൊണ്ട് അവൾക്ക് വരാൻ പറ്റത്തില്ല. അങ്ങനെയാണ് പിന്നെ ഈ ഒരു പ്ലാൻ വന്നത്. സോ നമുക്കിനി അധികം ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് ഇറങ്ങാം. കണക്കത്തെ ഒരു വഴിക്ക് പോവല്ലേ. ഈ വീഡിയോ എടുത്തതിന് ശേഷം കേട്ടോ നമുക്ക് വോയിസ് ഇല്ലയെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വോയിസ് ആഡ് ചെയ്യാണ്. ഭയങ്കര ആർത്ത് തിരിച്ച് പോകുന്നത് കണ്ടിട്ട് ആരും സന്തോഷിക്കേണ്ട. ഇവനെ പിക്ക് ചെയ്യണമായിരുന്നു. ഇവനെ നമ്മൾ വീടിൻ്റെ പകുതിക്ക് എത്തിയതിന് ശേഷമാണ് വിളിച്ച് പറഞ്ഞിടാ റെഡി ആയിട്ട് വേഗം വരാനെ കൊണ്ട്. അങ്ങനെ അവന് വേണ്ടി 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിനാൽ എൻഗേജ്മെൻറ്റ് എനിക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു 11:30 നമ്മളവിടെ 11:45 നമ്മളവിടെ എത്തിയപ്പം. ഓക്കെ, അതിൻ്റെ ഒരു വഴി തെറ്റിയ ഓൾമോസ്റ്റ് നമ്മളവിടെ എത്തി. അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. ഫ്രണ്ടിൽ തന്നെ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടി അവരുടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഓവറായോ എന്ന് ചോദിച്ചാൽ കുറച്ച്, കാരണം എൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ അത്രയും ഭയങ്കര കൂട്ടാണ്. എനിക്ക് എന്തും ഏത് രാത്രിയും വിളിച്ച് പറയാൻ പറ്റുന്നൊരു വ്യക്തിയാണ് കേട്ടോ അവൾ. അപ്പം ഞാൻ ഭയങ്കര ലേറ്റായിപ്പോയി. ഇത് ജോഷുവിൻ്റെ അമ്മയാണ്, ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി UAയിലാണ്. ചേച്ചി വരില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ സർപ്രൈസ് ആയിട്ട് പുള്ളിക്കാരി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ മീഡിയാസ് ചുറ്റുള്ളത് കൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് കാണിക്കാനും പറ്റില്ല. പലരും വിചാരിക്കും അഭിനയമായിരുന്നു, പക്ഷേ ഞാൻ ഭയങ്കര അടുപ്പമുള്ള വ്യക്തികളോട് ഞാൻ ഭയങ്കര കമ്പനി ആയിരിക്കും കേട്ടോ. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്രയും മീഡിയാസ് അവിടെ കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഫുൾ മീഡിയാസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇടവും വല്ലതും തിരിയാൻ പറ്റത്തില്ല, കാരണം മീഡിയാസിൻ്റെ കാര്യം അറിയത്തില്ല. അറിയാലോ അവർ എങ്ങനെ വേണം വീഡിയോ ഷൂട്ട് ചെയ്തിടും. കാരണം ഞാൻ മാന്യമായിട്ടുള്ള, ഞാനെന്നല്ല ഏതൊരു വ്യക്തിയും നല്ല മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ പോലും അവർ ഫോണിൽ വെക്കുന്ന ആംഗിൾസ് ഭയങ്കര മോശമാണ്. അതിൽ 1-2 പേരെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം, അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും ബിന്നിയും നൂബിനും ഓൾമോസ്റ്റ് നമ്മുടെ ഗീതാഗോപത്തിൽ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സന്തോഷം എന്താണെന്നറിയാമോ, എനിക്ക് എൻഗേജ്മെൻറ്റ് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ സെയിം ആയിരുന്നു, ബിന്നിക്കും കാണാൻ പറ്റില്ല, അവരൊക്കെ ലേറ്റായി. അപ്പോൾ കൂടിനൊരാളുണ്ടല്ലോ, അങ്ങനെ ഞാൻ ആശ്വസിച്ചിരുന്നു. മായി ചേച്ചി, അങ്ങനെ നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു മീഡിയാസിലൊക്കെ നിങ്ങൾ നമ്മളെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം മീഡിയ ടീമാണ് കേട്ടോ എനിക്കുന്നൊക്കെ.
ഞാൻ അത് കുറച്ച് പേരെ കാണിച്ചു തരാം. കാരണം ഇത്രത്തോളം ആൾക്കാരുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് നമ്മൾ എന്ത് സംസാരിച്ചാലും അവരതിനെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. കാരണം ഇതെല്ലാം മീഡിയാസാണ്. ഇതിൽ 1-2 പേരെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. നല്ലതാണ് ആ ചേച്ചി, വേറെ 1-2 ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ എനിക്ക് പേഴ്സണലി അറിയാം. അവർ നല്ല വീഡിയോസ് അല്ലെങ്കിൽ നല്ല ക്ലിപ്സ് മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ. പക്ഷേ എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ. അവളുടെ എൻഗേജ്മെൻറ്റ് മാക്സിമം എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പൊട്ടത്തിലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനൊരു ഭാഗമാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഒരുപാട് സന്തോഷം. ഈ ഒരു എൻഗേജ്മെന്റ് വളരെ സ്പെഷ്യലാണ്. കാരണം ഇവിടെ പലരും പ്രേമിച്ച് കെട്ടിയിട്ടുണ്ടാകാം. പക്ഷെ ഈ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ 1, 2, 4, 5 വർഷത്തെ അല്ല. അങ്ങനെയാണ് കയറി പറയല്ലേ. 16 വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ശ്രീജു ചേച്ചി. 13ആണോ? ഓക്കെ, 13 വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ശ്രീജു ചേട്ടനും ജോഷിക്കാരനും ഒന്നാകാൻ തീരുമാനിച്ചത്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരേ ഒരു വ്യക്തിയോടാണ്. അമൃത ഓഫീസിൽ വീട്ടുകാര് നമ്മൾ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. ജോഷിയുടെ എന്താ പറയാ, നമ്മള് കഴിഞ്ഞ ഒരു 1-1.5 മാസത്തിന് മുമ്പ് ലൊക്കേഷനിൽ നിന്ന് കഴിഞ്ഞ ഒരു, ഞാൻ പോകത്തില്ല, കുടുംബസമ്മതി നിൽക്കുക അവരുടെ ഓക്കെ. കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് വെറുതെ ഞങ്ങൾ സംസാരിച്ചതാണ് ജോഷിയുടെ കാര്യം. ജോഷി നമ്മുടെ ഗീതാ ഗോവിന്ദിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. അന്ന് മുതലേ ജോഷി എപ്പോഴും പറഞ്ഞൊരു പേരാണ് പൊന്നു 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 പൊന്നു. അവൾക്ക് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പറയുന്നത് ശ്രീചേട്ടൻ്റെ കാര്യമാണ്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു ഇതുണ്ട്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ അവൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ചേട്ടനെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടനും അങ്ങനെ ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞങ്ങൾ വെറുതെ ഒരു ലൈവ് ഇൻസ്റ്റാഗ്രാമിൽ പോയപ്പം ഞാൻ ഇതുപോലെ ഇപ്പം ചുമ്മാ പറഞ്ഞതാണ്, അടുത്ത മാസം, അതായത് ഈ മാസം 26-ാം തീയതി അവരുടെ എൻഗേജ്മെന്റ് ആണെന്ന് വെറുതെ പറഞ്ഞ. പക്ഷെ അത് ഈ നാവില് ഗുളികനൊക്കെ ഇരിക്കുന്നത് പോലെ അവള് വന്ന് പെട്ടെന്ന് പറഞ്ഞത്, ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് പറയാണ്, പറയായിരുന്നു എടി ഇതുപോലെ 2 വീട്ടുകാരും സമ്മതിച്ചു. അതെടുത്ത് പറയണം കേട്ടോ. അപ്പം നമുക്കെല്ലാവർക്കും അറിയാലോ ആ ഒരു വീട്ടില് സമ്മതിക്കുമ്പോൾ സന്തോഷം. അങ്ങനെ പെട്ടെന്നാണ് 2 പേരുടെയും എൻഗേജ്മെന്റ് നമ്മളെല്ലാം വീട്ടുകാര് സമ്മതിച്ചതും എല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പം ഒരുപാട് സന്തോഷം. അവളുടെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നമ്മള് അന്ന് മുതൽ, അതായത് കഴിഞ്ഞ മാസം 9-ാം തീയതി ആയിരുന്നു, കഴിഞ്ഞ മാസം 9-ാം തീയതി എന്തായിരുന്നു പെണ്ണ് കാണല്. അപ്പം അന്ന് മുതൽ നമ്മൾ പ്ലാനിങ് ആണ്. എടി എന്ത് ഡ്രസ്സ് ഇടണം, എടി എങ്ങനെ മേക്കപ്പ് ചെയ്യണം, എങ്ങനെ ഒരുങ്ങണം, എല്ലാം നമ്മളെല്ലാം പക്ഷേ ഗംഭീരമായിട്ട് നടന്നു. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് റബേക്ക, അവരുടെ ചമ്മക്കെന്ന് പറഞ്ഞ ബോട്ടിങ്ങിൽ നിന്ന് റബേക്കയുടെയും അമൃതയുടെയും മക ഗിഫ്റ്റാണ് ഈ സാരി. ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഡ്രസ്സാണ് എനിക്കിത്. പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലൗസ് ആണെങ്കിലും ട്രിവാൻഡ്രത്ത് അലോറ എന്ന് പറഞ്ഞൊരു ബോട്ടിക്ക് പെട്ടെന്ന് 1-2 ദിവസത്തിനകത്ത് എനിക്ക് ചെയ്തു തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇപ്പൊ ഒരുപാട് സന്തോഷം ഞങ്ങളോട് വരാൻ പറ്റിയതില്. അവരുടെ ചേച്ചി UAE-ലാണ്, വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സർപ്രൈസ് ആയിട്ട് വന്ന് നിൽക്കുന്ന കേട്ടോ, സാരി കൊടുത്ത ചേച്ചിയാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഇതെല്ലാം കേട്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ജോസേട്ടൻ ഏറ്റവും ബാക്കിൽ നിൽപ്പുണ്ട്. ഞങ്ങളുടെ ഡയറക്ടർ ജിതേഷ് ഏട്ടനും ഏറ്റവും ബാക്കിൽ നിൽപ്പുണ്ട്. ഞങ്ങളുടെ സന്തോഷേട്ടൻ ഗീതാ ഗോവിന്ദത്തിലെ കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്. ഡേറ്റ് കിട്ടാൻ ഭയങ്കര മടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അതെ, ഇനി നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാരണം അവൾ ഏതെങ്കിലും മാസം ഏതെങ്കിലും ഡേറ്റും പറയും. ആ മാസം
അവള് ഒരു കാര്യം ചോദിച്ചാണ്, ഇത് നിന്റെ കല്യാണം എന്നാ? കുറെ നാളായി നിങ്ങള് രണ്ടുപേരുടെയും കല്യാണം അപ്പോഴാണ്. പേടിയല്ല അമ്മ ഇപ്പൊ എനിക്കൊരു ഡേറ്റ് അല്ല ഉടനെ ജൂണോ ജൂലൈ എന്താ പറഞ്ഞേ, ജൂണോ ജൂലൈ എന്തോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്, എന്തായാലും നടക്കൂല. കല്യാണം വീട് എന്നൊക്കെ പറഞ്ഞൊരു ഭാഗ്യമാണ്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നടക്കണമെന്നില്ല, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നടക്കും. അതാണ് വിധി. ആ ഒരു എക്സ്പെക്ടേഷനിലാണ് അമൃതനായ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കായിട്ടുള്ള വരന്മാരെ തേടുന്നു. ഒന്ന് അമൃതയ്ക്കും ഒന്ന് പ്രതീക്ഷയ്ക്കും. അപ്പോൾ ഇതൊരു തുടക്കമാവട്ടെ അല്ലേ? ജോഷിക്കും ശ്രീജിത്തേനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഞാൻ രാവിലെ പുട്ടല്ല കഴിച്ചത്, അമ്മയുടെ അമ്മയോട് ചോദിച്ച് പുട്ടാ കഴിച്ചെന്ന് പറഞ്ഞു. ഇവളെ കൊണ്ട് അപ്പം ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ബന്ധുക്കാരും നാട്ടുകാരും പള്ളിക്കാരും എല്ലാവരും വളരെ നന്നായിട്ട് നമ്മുടെ അടുത്ത് സഹകരിച്ചു. അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്, മീഡിയാസിന് താങ്ക്സ് ഉണ്ട്. അപ്പം അടുത്ത നമുക്ക് എല്ലാവർക്കും കാണാം. ഞങ്ങള് ഇപ്പൊ അവിടെ ഇന്ന് ചോദിക്കുവായിരുന്നേ ഇവള് രാവിലെ എന്താ കഴിച്ചതെന്ന്. കാരണം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് വർത്താനം പറയണെങ്കിലേ എന്തോ രാവിലെ എന്താ കഴിച്ചത് എനിക്ക് നിങ്ങൾ വന്നിട്ട് മനസ്സമ്മതത്തിന് ഇങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ഇവർ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആരും മിസ് ഔട്ട് ചെയ്യുന്നു. ജോഷിയുടെ കല്യാണം എനിക്ക് എത്ര പറയാനുള്ളൂ. ജോഷിനെ ഫോക്കസ് ചെയ്തിട്ടില്ല, നമ്മുടെ ഫോക്കസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ? ഞങ്ങൾ ഭക്ഷണം കഴിക്കണേ. അങ്ങനെ അവിടുത്തെ തകർപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സദ്യ കഴിക്കാൻ പോയി. ഓൾമോസ്റ്റ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല ആളും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് ഭക്ഷണം കഴിക്കാൻ എല്ലാ ടീമും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇരുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ ആർക്കും ഒരു നെഗറ്റീവ് അടിക്കരുത്, കാരണം ഞാനും അവൾ അത്രയും കമ്പനിയാണ്, അവളുടെ ഫാമിലിയായിട്ട് ഞാൻ അത്രയും കമ്പനിയാണ്. ഞാൻ അത്രയും അടുപ്പുള്ള ഒരാളുടെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ ഇത്രയും ഒരു എന്താ പറയുക, ഇത്രയും ഞാനും ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാറുള്ളൂ. ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുക ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പരിപാടി ഇത് ആദ്യമായിട്ടായിരിക്കും. ഇവരൊക്കെ മീഡിയാസാണ് കേട്ടോ, ഇവരൊക്കെ നിങ്ങൾ കാണണം. നമ്മളെ ആഹാരം കഴിക്കാൻ പോലും വിടാത്ത കുറേ ആളുകളാണ്. അതിൽ നല്ല ആളുകളും ഉണ്ട് കേട്ടോ, ഒരിക്കലും എനിക്ക് മോശം പറയാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ അമ്മയ്ക്ക് ആറ്റുകാൽ അമ്പലത്തിൽ ഡാൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് വരണമായിരുന്നു. സോ സദ്യയായിരുന്നു, വെജിറ്റേറിയൻ സദ്യയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. അടിച്ചു പൊളിച്ചു, പ്രത്യേകിച്ച് ഞാൻ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചു. എല്ലാവരോടും ടാറ്റോ ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണേ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ ജോഷുനും ശ്രീജിച്ചേട്ടനും ഉണ്ടാകണം കേട്ടോ. താങ്ക് യു.